നോക്കട്ടെ. ഇത് നമുക്ക് ശരിക്കേ എങ്ങനെ വർഷത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്യണം? വർഷത്തിലൊരിക്കലും ചെയ്യണം. എത്ര? നിങ്ങൾ ഒരു തവണ ചെയ്താൽ മതി. നിങ്ങൾ പയർ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പയർ കൃഷി ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ മണ്ണുകൊണ്ടൊന്ന് ടെസ്റ്റ് ഓരോ വിള ചെയ്യുമ്പോൾ അതിന്റെ മുമ്പ് അങ്ങനെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പയർ കൃഷിക്കുള്ള റെക്കമെൻഡേഷൻ അല്ലായിരിക്കും നമ്മൾ തെങ്ങിന് തരുന്നത്. അപ്പൊ വാഴ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ വേറെ വേറെ നമ്മള് വീട്ടിലെ കൊച്ചുകുട്ടിക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ അല്ലല്ലോ നമ്മൾ വലിയവര് കഴിക്കുന്നത്. വ്യത്യാസമില്ല. വലുതാവുമ്പോ കുറച്ച് മതിയല്ലോ. നമ്മള് ചില വസ്തുക്കൾ നമ്മൾ കൃഷി പയറ് പലതും കൂടെ മിക്സ് ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്ന നമ്മള് ഞാറ് പാകി കഴിഞ്ഞതിന് ശേഷം അതൊന്നും വീണ്ടും ടാക്ടറോട് കൂട്ടി കൃഷി രീതിയിൽ തന്നെ ചെയ്യുന്നത്. പച്ചക്കറിയാണ് കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞാറിലേക്കുള്ള മേനപ്പോട്ട് കൂട്ടി ഈ 2 കൊല്ലം അധികം ചെയ്യുന്നത്. കൃഷിയിലേക്ക് ആവശ്യമായത് മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അത് തീർന്നു. വീണ്ടും നമ്മൾ അടുത്ത് ചെയ്യണം. അപ്പൊ ഞാറിന്റെ ഇതിലേക്ക് വരുമ്പോ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. വീണ്ടും ടെസ്റ്റ് ചെയ്യണം. കാരണം 2 വിളയല്ലേ. പക്ഷേ ഈ പ്രദേശത്തെ ആളുകളൊന്നും ഈ ഭാഗത്തെ കുറിച്ച് തീരെ ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും ആളുകൾ അങ്ങനെ തന്നെയാണ്. ആരും മാറുന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതികൾ.